ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായിട്ട് നമ്മൾ ബേസിക് വിത്ത് വേർഡ്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് അത് തന്നെയാണ് നോക്കാം. അതിൻ്റെ വേറെ വേർഡ്സും അതിന് പറ്റിയുള്ള സെൻറ്റൻസുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ തന്നെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് വേർഡ്സ്. നീഡ് എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെടുക. പിന്നെ അതിൻ്റെ സെൻറ്റൻസ് നോക്കാം. നീഡ് വെച്ചിട്ടുള്ള സെൻറ്റൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. He need a certificate. അവനൊരു സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. നീഡ് he come today. അവൻ ഇന്ന് വരണോ? ആവശ്യമുണ്ടോ? അവൻ ഇന്ന് വരേണ്ട ആവശ്യമുണ്ടോ? We need to go there. നാം അവിടെ പോകേണ്ടതുണ്ട്. Need we go there? നാം അവിടെ പോകേണ്ടതുണ്ടോ? Needn't we write the exam? നമ്മൾ പരീക്ഷ എഴുതേണ്ട ആവശ്യമില്ല. ജയേഷ് നീഡ് നോട്ട് വറി. നീഡ് ഹി? ജയേഷ് വിഷമിക്കേണ്ടതില്ല. ഉണ്ടോ? നീഡൻ ദേ ലേൺ വെൽ? അവൻ നന്നായി പഠിക്കേണ്ടതില്ലേ? യെസ് ദേ നീഡ്. ഉണ്ട്, അവർ പഠിക്കേണ്ടതുണ്ട്. നോ ദേ നീഡിൻറ്റ്. ഇല്ല, അവൻ വേണ്ടതില്ല. പിന്നെ നീഡ് വി ഗോ ദർ? നാം അവിടെ പോകേണ്ടതുണ്ടോ? മസ്റ്റ്. ഇനി അടുത്ത വേർഡ്സ് നമുക്ക് നോക്കാം. മസ്റ്റ് വേണം. ഔട്ട് കടപ്പെടുക. ഡെയർ ധൈര്യപ്പെടുക. യൂസ് ടു ശീലിക്കുക. മസ്റ്റ് നോട്ട് മസ്റ്റൻഡ് അത് വേണ്ട. ഔട്ട് നോട്ട് ഔട്ടൻഡ് കടപ്പെടില്ല. ഇത് രണ്ടിനും ഒരേ വേർഡാണ് വരുന്നത്. മസ്റ്റ് നോട്ട് മസ്റ്റൻഡ് എന്ന് പറഞ്ഞാൽ അത് വേണ്ട എന്നാണ് വരുന്നത്. ഔട്ട് നോട്ട് ഔട്ടൻഡ് എന്ന് പറഞ്ഞാൽ കടപ്പെട്ടില്ല എന്നാണ് വരുന്നത്. ഡെയറൻറ്റ് ധൈര്യപ്പെടുന്നില്ല. യൂസൻ ടു ശീലിച്ചില്ല. ഇനി നമുക്കിതിൻ്റെ സെൻറ്റൻസ് നോക്കാം. യു മസ്റ്റ് ഗോ ദർ. മസ്റ്റൻഡ് യു? നീ അവിടെ പോകണം, വേണ്ടേ? ഹി മസ്റ്റൻ കം ഹിയർ. മസ്റ്റ് ഹി? അവൻ അവിടെ വരേണ്ടതില്ലേ? ഉണ്ടോ? മസ്റ്റ് ഷീ ലേൺ തമിഴ്? അവൾ തമിഴ് പഠിക്കണോ? മസ്റ്റൻ ഷീ ലേൺ ഹിന്ദി? അവൾ ഹിന്ദി പഠിക്കേണ്ടയോ? യെസ് ഷീ മസ്റ്റ്. അതെ, അവൾ പഠിക്കണം. നോ ഷീ മസ്റ്റ്ന്റ്. വേണ്ട, അവൾ പഠിക്കേണ്ട. വി ഔട്ട് ലുക്ക് ഹിയർ അവർ പേരൻസ് ഔട്ടൻഡ് വി? നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ നോക്കി രക്ഷിക്കാൻ കടപ്പെട്ടിരിക്കുന്നു, ഇല്ലേ? ഔട്ടൻഡ് വി ടു ലുക്ക് ആഫ്റ്റർ അവർ ഫാമിലി? വി ഔട്ട് ടു. നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ നാം കടപ്പെട്ടിരിക്കുന്നവരല്ലേ? അതെ. വി ഡെയറൻറ്റ്. ഐ ഡെയറൻറ്റ് ടു മൂവ് ഡെയർ വി? ഞങ്ങൾ അങ്ങനെയാണ് ചലിക്കാൻ ധൈര്യപ്പെട്ടില്ല. ഉവ്വോ. ഡെയറൻറ്റ് വി അറ്റാക്ക് ദ എനിമീസ്? യെസ് വി ഡെയർ. നമ്മൾ ശത്രുക്കളെ ആക്രമിക്കാൻ ധൈര്യപ്പെട്ടില്ലേ? ഉവ്വ്, ധൈര്യപ്പെട്ടു. ദേ യൂസ് ടു പ്ലേ ഇൻ ദ ഈവനിങ്. അവർ വൈകുന്നേരങ്ങളിൽ കളിച്ചിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വേർഡ്സും സെൻറ്റൻസും നോക്കിയത്. ഈ സെൻറ്റൻസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ബിക്കോസ് ഇത് കുറച്ച് ലെന്തി ആയിട്ടുള്ളൊരു സെൻറ്റൻസ് ആണ്. ഈ വേർഡ്സിന് പറ്റിയ ഒരു സെൻറ്റൻസ് ആണ് ഇത്. ഇതെങ്ങനെയാണ് വരുന്നതെന്നാണ് നമ്മളിപ്പോൾ നോക്കിയിരുന്നത്. ഓക്കെ. ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചോദിക്കാവുന്നതാണ്. ഒരു മടിയും കൂടാതെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഞാൻ അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ ക്ലാസ് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. പിന്നെ എൻ്റെ ഈ ക്ലാസ് ആദ്യമായിട്ട് പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഞാനിപ്പോൾ എടുക്കുന്ന ക്ലാസ് വന്നിട്ട് ബേസിക് വിത്ത് വേർഡ്സ് അതിനെ പറ്റിയുള്ള സെൻറ്റൻസുമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മുമ്പത്തെ ക്ലാസ്സുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കണ്ടിട്ട് നിങ്ങൾ ഇത് കാണുന്നത് ഏറ്റവും നല്ലത്. ഓക്കെ. എന്നാൽ നിങ്ങൾക്ക് കുറെ കൂടി കാര്യങ്ങൾ ക്ലാസ്സുകൾ കുറെ കൂടി മനസ്സിലാക്കാൻ പറ്റും.
സോ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ ഇതുപോലെ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് എൻ്റെ ഈ ക്ലാസ് ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് അതൊരു കുഞ്ഞി ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത ക്ലാസ്സായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.